പ്രോഗ്രാമറായി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോജക്റ്റിൽ ജോയിൻ ചെയ്താൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലെ 5 പ്രശ്നങ്ങൾ AI യൂസ് ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. ചില സമയത്ത് നമ്മളൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ആ പ്രോജക്റ്റിനെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയും ഉണ്ടാവില്ല. ആ കോഡ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഡിയയും കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്കിവിടെ പ്രോജക്റ്റ് ലെവൽ ഡോക്യുമെന്റേഷന് വേണ്ടി കോപൈലറ്റിനോട് ചോദിക്കാം. അപ്പോൾ കോപൈലറ്റ് നമ്മുടെ കംപ്ലീറ്റ് പ്രോജക്റ്റ് അനലൈസ് ചെയ്ത് അതിൽ ഏതൊക്കെ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫംഗ്ഷനാലിറ്റി എന്താണെന്നുള്ള ഹൈ ലെവൽ ഡോക്യുമെന്റേഷൻ ക്രിയേറ്റ് ചെയ്ത് തരും. ചില സമയങ്ങളിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്നറിയോ? ചില ഫംഗ്ഷന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല, അതിനായിട്ട് കമന്റും ഉണ്ടാവില്ല. എയുടെ അടുത്ത് ആ കോഡ് കൊടുത്ത് ആ ഫംഗ്ഷൻ കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഞാൻ ചെയ്യാറുള്ള വേറൊരു മെത്തേഡ് നമ്മുടെ കോഡിനകത്ത് കമന്റ് ആഡ് ചെയ്ത് തരാൻ പറയും. അപ്പോൾ അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഡിന്റെ ഓരോ ലൈനിന്റെ മുകളിലും ആ ലൈൻ കോഡ് എന്താണോ ചെയ്യുന്നത് എന്നുള്ള കമന്റ് AI ജനറേറ്റ് ചെയ്ത് തരും. ചില കോഡിൽ നോക്കിയാൽ അതിലെ വേരിയബിൾസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ചാറ്റ് വിൻഡോ യൂസ് ചെയ്ത് ഇന്ററാക്റ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഈ വേരിയബിൾ T എന്തിനാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. ഇനി നമ്മൾ ഫേസ് ചെയ്യുന്ന വേറൊരു ഇഷ്യൂ എന്താ? നമ്മളൊരു കോഡ് എഴുതി കഴിഞ്ഞാൽ C# പൈത്തണോ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ആ ലാംഗ്വേജിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസ് യൂസ് ചെയ്തിട്ട് ആ കോഡിനെ റീറൈറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് AIയുടെ ഹെൽപ്പ് എടുക്കാവുന്നതാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓരോ ഫംഗ്ഷനായിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഒന്നിച്ച് കോഡ് റീറൈറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ അതിൽ ബഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും.